വെൽക്കം ബാക്ക് ടു റിയാൻസ് ഫാമിലി. ഇന്ന് നമുക്ക് അടിപൊളി ഒരു മീൻ കറി തയ്യാറാക്കാം. അപ്പോൾ മീൻ നമ്മൾ നല്ലതുപോലെ വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോവാം. നമ്മളൊരു ചട്ടി എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇപ്പം കടുകിട്ട് പൊട്ടിക്കാം. നമ്മൾ ചെറിയ ഉള്ളി ചെറുതായിട്ടരിഞ്ഞ് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കൊരൽപ്പം വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒരു പൂണ്ട് വെളുത്തുള്ളി ഉണ്ട്. ഇട്ട് കൊടുക്കാം. 4-5 പച്ചമുളക് നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി പേസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഇഞ്ചിയുണ്ട്, അത് നമ്മൾ പേസ്റ്റ് ആക്കി അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു പിടി ചെറിയ ഉള്ളി ചെറുതായിട്ടായിരിക്കും നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഉള്ളിയെല്ലാം നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. നിങ്ങളുടെ എരിക്ക് ആവശ്യമനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കൊരൽപ്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. നമ്മൾ ഇത്രയാണ് വടക്കംപുളി എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് വടക്കംപുളി എടുക്കാവുന്നതാണ്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വടക്കംപുളി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ യോജിച്ച് നല്ലതുപോലെ കുക്കായതിനു ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ്. മൂടി വെച്ചൊന്ന് അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അരപ്പ് നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇടാവുള്ളൂ. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമുക്ക് അരപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. കഷ്ണമീനെല്ലാം നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ വേവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പെല്ലാം കഷ്ണങ്ങളെല്ലാം കിട്ടാൻ വേണ്ടി ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചു കൊടുക്കാം. ഞങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാമേ. നമ്മളിങ്ങനെ ഇതിനകത്ത് തണവിന്ന് വരുന്ന വെള്ളം നമ്മളിങ്ങനെ ഊറ്റിക്കളയണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് മുളക് പൊടിക്കകത്തു നിന്നുള്ള കാരം കുറഞ്ഞു കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇന്ന് അടുത്തിങ്ങനെ ഊറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടിയുടെ കാരം എല്ലാം മാറിക്കിട്ടും. ആവിയിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ 2-3 വട്ടം മാറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങളും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റുവാണെങ്കിൽ നമ്മുടെ മുളക് പൊടിയുടെ കാരം മാറിക്കിട്ടുന്നതായിരിക്കും. നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മീൻ കറി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, എണ്ണ എല്ലാം നല്ലതുപോലെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് നമുക്ക് മീൻ കറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല മഴയാണ് പുറത്ത്. ഈ മഴ ടൈമിൽ നമ്മുടെ ഈ മീൻ കറി നല്ല കുഴച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന കപ്പയും കൂടി കൂട്ടി കഴിക്കുമ്പം സൂപ്പറല്ലേ. ഇത് നമുക്ക് കപ്പയും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ആരും ട്രൈ ചെയ്യാതെ നോക്കാതിരിക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. താങ്ക് യു, ബൈ.